നമസ്കാരം. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ വീഡിയോ കണ്ടവർക്കും എന്നെ കമൻ്റ് നൽകി പ്രോത്സാഹിപ്പിച്ചവർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതായിരിക്കുന്ന വിഷയം ഭയത്തെക്കുറിച്ചാണ്. ഭയം അഥവാ പേടി. ഭയം എന്ന് പറയുന്നതായിരിക്കുന്ന വസ്തുത സകല മനുഷ്യരിലും ഉള്ളതായിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് പരീക്ഷയ്ക്ക് അടുത്ത് വരുമ്പോൾ വലിയ ഭയമുണ്ടായിട്ട് പനി ഒക്കെ ഉണ്ടാകാറുണ്ട്. അല്ലാതെ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾ തന്നെയാണെങ്കിലും നാളെക്കുറിച്ചൊക്കെ ഉള്ളതായിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് വളരെ ആകുലതയും ഭയവും ഒക്കെ ഉള്ളതായിരിക്കുന്ന ആൾക്കാരാണ്. ചിലർക്ക് രാത്രി സമയങ്ങളിൽ ഇറങ്ങി നടക്കുവാനൊക്കെ ഉള്ളതായിരിക്കുന്ന ഭയമുണ്ട്. ഇങ്ങനെ ഭയത്തിൻ്റെതായിരിക്കുന്ന ഒരു വലിയ സാഹചര്യം സകല മനുഷ്യരിലുമുണ്ട്. ജീവിതത്തിൽ ഭയമില്ലാത്തതായിരിക്കുന്ന ഒരു മനുഷ്യരും ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ മനുഷ്യർക്കും ഭയമുണ്ട്. അപ്പം നമ്മുടേതായിരിക്കുന്ന ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ചില വിഷയങ്ങൾ ചരിത്രത്തിൻ്റെതായിരിക്കുന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഭയത്തിൻ്റെതായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു പ്രത്യേക പദം ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഞാനായിട്ട് നിർമ്മിച്ച പദമല്ല, സവർണർ എന്ന പദം. ചരിത്രത്തിൻ്റെ ഏടുകളൊക്കെ പരിശോധിക്കുമ്പോൾ ചാതുർവർണ്ണ്യം അങ്ങനെ നിർമ്മിച്ച് പല ജാതികളായി വിഭാഗിച്ചതായിരിക്കുന്ന ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സാഹചര്യത്തിൽ സവർണർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പദം കാണുന്നുണ്ട്. സവർണർ എന്ന് പറയുമ്പോൾ ചാതുർവർണ്ണത്തിൽ ഉള്ളതായിരിക്കുന്ന ആൾക്കാർ. പിന്നെ കാണുന്ന പദം എന്ന് പറയുമ്പം അധകൃതർ എന്നുള്ളതാണ്. ഞാൻ 1985 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഞാൻ SSLCക്ക് പഠിക്കുന്നത്. ആ വേളയിൽ ഡോക്ടർ BR അംബേദ്കറുടേതായിരിക്കുന്ന ഒരു ചരിത്രം ഒരു ചെറിയ പുസ്തകമായിട്ട്, ഉപപാഠ പുസ്തകമായിട്ട് എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. ഞാനത് പല ആവർത്തി അത് വായിച്ച് എൻ്റെ ഹൃദയത്തിൽ കൃത്യമാക്കി. അതിലൊക്കെ സവർണരെന്നും അധകൃതർ എന്നൊക്കെ ഉള്ളായിരുന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പദങ്ങൾ ഞാനായിട്ട് നിർമ്മിച്ചെടുത്ത പദമല്ല, അത് ഓർക്കേണ്ടതാണ്. അപ്പോൾ ഈ നാളുകളൊക്കെ ആയിട്ട് സവർണർക്ക് ഒരു വലിയ ഭയം നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണമാണ് ഞാനിവിടെ വിവരിക്കുവാനായിട്ട് പോകുന്നത്. 1800 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടേതായിരിക്കുന്ന കേരളം ഏകദേശം 568 രാജാക്കന്മാർ ഭരിച്ചതായിരിക്കുന്ന സന്ദർഭമായിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് അടിമ ചന്തയുണ്ടായിരുന്നു, അടിമ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നത്. അടിമകളെ ചന്തയിൽ കൊണ്ടുവന്ന് വില പേശി കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ വളരെ പീഡിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജനസമൂഹമാണ് അധകൃതർ അല്ലെങ്കിൽ ദളിതർ. അപ്പോൾ അങ്ങനെ അവരെ പീഡിപ്പിക്കുമ്പോൾ ചോദ്യം ചെയ്യുവാനോ ഒന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. പ്രഗത്ഭരായിരിക്കുന്ന ആൾക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴാണ് അയ്യങ്കാളി തുടങ്ങിയതായിരിക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന വ്യക്തികൾ ഇവിടുത്തെ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ടിറങ്ങുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ കാളയോട് പോത്തിനോടൊക്കെ കൂടെ വണ്ടിക്ക് വെച്ച് കെട്ടി നിലം ഉഴുതുമറിക്കുമായിരുന്നു. ആയതുപോലെ അന്ന് ധാരാളം ആശുപത്രികളൊന്നും എല്ലാ സ്ഥലങ്ങളിലും ഇല്ലല്ലോ, വളരെ ദൂരങ്ങളിലൊക്കെ അല്ലേ ആശുപത്രി ഉള്ളൂ. അപ്പോഴന്ന് ദളിതർ നടന്നു പോകുമ്പോൾ സവർണർ വന്നാൽ വഴി മാറി കൊടുക്കണം, അല്ലെങ്കിൽ ഒളിക്കണം. ഒളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ സവർണർ പോയിട്ട് ദളിതർക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൊച്ചുകുട്ടികളൊക്കെ രോഗിയായി തീർന്നാൽ
അമ്മച്ചിമാർ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വളരെ ദൂരെ യാത്ര ചെയ്യും. ഇടയ്ക്ക് സവർണർ വരുമ്പോൾ കൊച്ചുകുട്ടിയെ കൊണ്ട് ഒളിച്ച് ഇറങ്ങി പാത്തിരുന്നിട്ട് വീണ്ടും വരും. ഇങ്ങനെ പല ആവർത്തിയായി ഒത്തിരി സമയം വൈകിയൊക്കെ ഇവർ ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്കും ഇവരുടേതായിരിക്കുന്ന ഒക്കത്തിലിരിക്കുന്ന പാലുടി മാറാത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾ മരണപ്പെട്ട് കഴിയും. അങ്ങനെ ധാരാളം കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ റോഡ് പണി ഒക്കെ നടക്കുന്ന വേളകളിൽ പാലത്തിൻ്റെതായിരുന്ന പണികൾ വരുമല്ലോ. ഈ പാലത്തിൻ്റെതായിരുന്ന പണികളൊക്കെ വരുന്ന വേളയിൽ സ്ത്രീയുടേതായിരിക്കുന്ന രക്തം പാലത്തിൽ വീണാൽ പാലം ഉറയ്ക്കുമെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ധാരാളം അടിമ സ്ത്രീകളെ പാലത്തിൽ തള്ളിയിട്ട് കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ ഇന്ന് ഉള്ളതായിരിക്കുന്ന തലമുറ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന സവർണർ. അവരെ അറിഞ്ഞാൽ അവർ സംഘടിതരായി ഈ സവർണരോട് പോരാടുമെന്നുള്ളതായിരുന്നൊരു ഭയം സവർണർക്ക് ഈ നാളുകളായിട്ട് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സവർണരായിരിക്കുന്ന വിഷയങ്ങളുമായി മുന്നോട്ട് വരുന്നവർക്കെല്ലാം വധഭീഷണി നേരിടുന്നത്. അപ്പോഴങ്ങനെ ഒത്തിരി പേർക്ക് ഈ നാളുകളായിട്ട് വധഭീഷണി നേരിടുന്ന ആൾക്കാരുണ്ട്. ഡോക്ടർ ശ്യാംകുമാർ, ഡോക്ടർ മായ പ്രമോദ്, ഡോക്ടർ വിനൽ പോള്, പാസ്റ്റർ അനിൽ കുടിത്തോട്ടം, അനിൽ അയ്യപ്പൻ, ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന വ്യക്തികളെല്ലാം ഭീഷണി നേരിടുകയാണ്. പിന്നെ അതുകൂടാതെ നമുക്കൊക്കെ അറിയാം, വേടൻ എന്ന് പറയുന്നതായിരുന്ന വ്യക്തിയും ഭീഷണി നേരിട്ടു. വേടനെ പിന്നെയാണെങ്കിൽ തകർത്ത് കളയാൻ തന്നെ തീരുമാനിച്ചു കളഞ്ഞു. പക്ഷേ തകർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോഴുള്ളതായിരിക്കും തലമുറ ഞങ്ങളുടേതായിരിക്കുന്ന പൂർവികരെ ചെയ്ത പ്രവൃത്തികൾ അറിയരുത്, അറിഞ്ഞാൽ ഇവർ സംഘടിതരാകുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് ഈ വിധമാകുന്ന പോരാട്ടങ്ങൾ നേരിടുവാൻ ഉണ്ടാകുവാനുള്ളതായിരിക്കുന്ന കാരണം. ഇനിയും ഞാനും ഭയപ്പെടുകയാണ്. ഞാനും ഭയപ്പെടുന്നതിൻ്റെ ആയിരിക്കുന്ന കാരണം, ഇവിടുത്തെ ദളിതര് സംഘടിതരായില്ല എങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ആയിരുന്ന പൂർവികരെ ഇവരേതൊക്കെ രീതികളിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ, കൊന്നുകളഞ്ഞിട്ടുണ്ടോ, അതേ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതേ ഒരു പശ്ചാത്തലം ഇനിയും സംഭവിക്കുവാൻ ഇടയുണ്ട്. ഇപ്പോഴത്തെ നമുക്കറിയാം, കേരളം ഒഴികെ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും ദളിതരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരെ പീഡിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഒരു മാധ്യമമായിട്ട് അവർ ഉപയോഗിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതപരിവർത്തനം ചെയ്യുന്നതെന്നാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ സമയം ഒരു പാസ്റ്ററെ ചാണകം തീറ്റിച്ചു, എത്രയോ പേര് ജയിലിൽ കിടക്കുന്നു. അപ്പം ഇതൊക്കെ ഇതിൻ്റെതായിരിക്കുന്ന ഓരോ വകഭേദങ്ങളാണ്. അവർ ഓരോ രീതിയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് ദളിതരെ ഇന്നും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലം അഥവാ സാഹചര്യം നമ്മുടെ കേരളത്തിലേക്കും പെട്ടെന്ന് വരുമെന്ന് ഞാനും ഭയപ്പെടുകയാണ്. ഇനി ഞാൻ മാത്രമായിരിക്കത്തില്ല, എന്നെപ്പോലെ ചിന്താശക്തി ഉള്ളതായിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഭയപ്പെടുന്നുണ്ടാകുമെന്ന് ഞാനും കരുതുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ വിധമാകുന്ന മേഖലകളിൽ ഇതിൽ നിന്നൊരു മോചനം ദളിതർക്ക് എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സംഘടിതരാകുന്നതിൽ കൂടെ മാത്രമേ കഴിയുള്ളൂ. സംഘടിതരാകുക, ശക്തരാകുക, പ്രതികരിക്കുക. പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ പ്രതികാരമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആശയത്താൽ പോരാടുക, സംഘടിച്ച് ശക്തരായി ബലം കൈവരിക്കുക എന്നുള്ളതാണ് അതിൻ്റെതായിരിക്കുന്ന ഒരു ആശയം. നമുക്കറിയാം, സംഘടിതരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശക്തിയാണ്. 2-3 പേര് ഒരു കാര്യം കൂടി ചെയ്താൽ അതിന് ശക്തി കുറവാണ്. എന്നാൽ 1000 പേരോ 1500 പേരോ കൂടി ഒരു ആശയത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നാൽ അതിന് ഭയങ്കര ബലമായിരിക്കും. അപ്പോൾ അങ്ങനെ
ഒരു ബലം നമുക്ക് നേടിയെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു ബലം നമ്മൾ നേടിയെടുത്തില്ല എങ്കിൽ നമ്മുടെ പിൻതലമുറകൾക്ക് ഇനി വരാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതായിരിക്കുന്ന വിഷയങ്ങളെ പോലുള്ളായിരിക്കുന്ന സംഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മുടെ പിൻതലമുറക്കാരെ ഇതുപോലെ പീഡിപ്പിക്കും. കാളയോടും പോത്തിനോടും ഒക്കെ വണ്ടിക്ക് വെച്ച് കെട്ടി നിലം മുഴുകും, മരിക്കും, ചേറുകളിലൊക്കെ താഴ്ത്തി കൊന്നുകളയും. ഇങ്ങനൊരു വലിയ പീഡ ഇനി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ നാം സംഘടിതരായി ശക്തരായി നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ വിധമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോരാടണം. ഉള്ളായിരിക്കുന്ന ഒരു വ്യഗ്രത, ഒരു അഭിരുചി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.